ഇന്നത്തെ തിന്നാളോട് കിട്ടിയതായില്ലേ. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കത്തിട്ടുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. അതിൽ കത്തിട്ടുണ്ട്. അടിപൊളി. എല്ലാവർക്കും നമസ്കാരം കേട്ടോ, പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മിന്നൂസ് ഉണ്ട് കേട്ടോ വീഡിയോസിൽ, ബാക്കിൽ നടന്നു തന്നെ. അപ്പോൾ ഇന്നും നമ്മൾ പാടത്താണ് വീഡിയോസ്. വേറെ ഒന്നല്ല, നമ്മൾ ഈ കഴിഞ്ഞ സീസണിൽ നെൽകൃഷി കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ്, കൊയ്ത്ത് മെഷീനൊക്കെ വന്ന് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ വർഷം നോക്കിയപ്പോൾ നമ്മൾ നട്ടുണ്ടാവില്ല ഇത്രയധികം നെല്ല്. അതേമാതിരി നെല്ലുണ്ടായിരിക്കണം. നെല്ലുണ്ടാവുമെന്ന് പറഞ്ഞാൽ നട്ട് കഴിഞ്ഞ് ഇത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ അത്ര അധികം നെല്ലാണ് ഉണ്ടായിട്ടുള്ളത്. പുല്ലുണ്ട് ഇഷ്ടംമാതിരി, പക്ഷേ ഇതുവരെ ഇല്ലാത്തമാതിരി നെല്ല് ഇഷ്ടംമാതിരിയാണ് നെല്ല്. അപ്പോൾ അരിഞ്ഞു കൊണ്ടുപോയി നമ്മൾ കറ്റ മെതക്കില്ലേ നമ്മൾ ആൾക്കാർ വെച്ചിട്ട്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടണ നെല്ലായിക്കോട്ടെ, കാരണം നമ്മൾ വളർന്നില്ല, കണ്ടം പൂട്ടണില്ല, വരമ്പ് വയ്ക്കണില്ല, പിന്നെ ചായക്കുളം മരുന്നടിക്കണില്ല, പിന്നെ പഴുപ്പിനുള്ള സ്പ്രേ ഒന്നും അടിക്കണില്ല, ഒന്നും അടിക്കണില്ല, ഒരു കാശലവില്ലാണ്ട്. അപ്പോൾ കിട്ടണമെന്നില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നെല്ല് കൊണ്ടുപോയി അവിടെ ഒരാൾ കറ്റ മെതിക്കുന്നുണ്ട്. കറ്റ മെതിക്കാതെന്നല്ല പറയാം, അതിനെയാന്നുകൊണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ പഴയ കാലത്ത് ചെയ്യണ മാതിരി മെഷീനൊന്നല്ല, കൈ കൊണ്ട് തന്നെ നമ്മൾ നെല്ല് എടുക്കൽ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ആ വീഡിയോസിലൂടെ. നമുക്ക് ഈ വീഡിയോസിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് അടക്കാൻ പോകും. ഈ കണ്ട ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ അരിഞ്ഞെടുത്ത് നമുക്ക് നല്ല നെല്ലുകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഈ സൈഡിൽ നിന്ന് അവിടെ വരെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അറ്റത്തെ കണ്ടത്തിൽ നിന്ന് 2 കണ്ടത്തിൽ നിന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നെല്ല് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അരിഞ്ഞത് ഇവിടെ കുറേ കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ട്. കുറേ നമ്മൾ അവിടെ കൊണ്ടിട്ടുണ്ട്, അവിടെ കുറേ കൊണ്ടിട്ടുണ്ട്. ഇത് അരിഞ്ഞിട്ട് കൊണ്ടുപോകാൻ വെച്ചിട്ടുള്ളതാണ്. കണ്ട നെല്ല് കണ്ട, ഇതിലൊക്കെ നെല്ലാണ് കാണുന്നത്. നമ്മൾ കണ്ട. അപ്പോൾ ഇതിൽ നിറച്ച് നെല്ലാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നെല്ലുകൾ കേട്ടോ. കണ്ട ഇതാണ് നെല്ല് കേട്ടാ. കണ്ട അതും വളഞ്ഞ് നിൽക്കണത് നന്നായിട്ട്. അപ്പോൾ ഇതിലും മറ്റേ പാല് വന്ന് പാലുറച്ച് അരിമണി അതിൻ്റെ കണ്ട. ഈ നേരെ നിൽക്കണതാണ് നമുക്ക് ചാഴി കുത്തി പോയിട്ട് അതിൽ അരിമണി ഇല്ല, പാലില്ലാത്ത നല്ലതാണ്. ആ പാലൊക്കെ ചാഴി കുടിച്ച് പോയി. ഇത് വളഞ്ഞ് നിൽക്കണതിലൊക്കെ അരിമണി അതിൻ്റെ ആവും. കണ്ട ഇതേമാതിരി എല്ലാം ഇവിടുത്തെ ഉണ്ട്. കണ്ട ഇതൊക്കെ വളഞ്ഞിരിക്കണ നെല്ലുകളാണ്. അപ്പോൾ ഇതേമാതിരി ഇതിൻ്റെ ഇടയിൽ കുറേ പുല്ലുണ്ട് കേട്ടോ. പുല്ല് നമുക്ക് വിഷയമല്ല, വേറെ ഒന്നല്ല, പൈസ ചിലവില്ലാണ്ട് കിട്ടുന്ന സംഭവമാണ്. ആദ്യം പൈസ ഒന്നും ചിലവാക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലുകളൊക്കെ. അപ്പോൾ നമുക്കിനി അവിടെ ഈ ഇവിടെ നിന്ന് അരിഞ്ഞു കൊണ്ടുപോയ കതിരുകളൊക്കെ കൊണ്ടിട്ട് കൊടുത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ണിയാണ്ട വീട്ടിൽ പോകട്ടെ. ഉണ്ണിയാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഓണറാണ്. ഹൗസ് ഓണർ വീട്ടിൽ പോകാം. അപ്പോൾ ആണ് ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത ആൾ പണിക്കാരെ വെച്ചിട്ട് നെല്ല് കിട്ടണ നെല്ല് എടുക്കണ ആളാണ് കേട്ടോ. ഇത് വെറുതെ ഒന്ന് പോകല്ലേ, അപ്പോൾ അതിന് നല്ലതല്ലേ നമുക്ക് കിട്ടണ നെല്ല് എടുക്കണത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ കറ്റ മെതിക്കിനോടത്ത് എത്തിയിട്ടാ. കറ്റ മെതിക്കാന്നല്ലേ ചേച്ചി പറയാ? അല്ലേ? കറ്റ മെതിക്കാന്ന് തന്നെയാണ് പറയാ. ഞാൻ നേരത്തെ എനിക്ക് സംശയമായി ഞാൻ അങ്ങനെയാണോ പറയാന്ന്, കാരണം ഇപ്പോൾ സംഭവം ഇല്ലാത്ത കാരണേ. അപ്പോൾ ആ ചേച്ചിയാണ് നമ്മുടെ കറ്റ മെതിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണിയാണ്ട വീടാണ് കേട്ടോ. കേട്ടാ. അപ്പോൾ അവിടെ ഒരു ചേട്ടാ അരിയാൻ നിൽക്കുന്നുണ്ട്. ആ അരിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിടും. ഈ ചേച്ചി കറ്റ മെതിക്കും. അപ്പോൾ നമുക്ക് മെതിക്കണം കാണാട്ടാ. അപ്പോൾ ഇതാണ് കറ്റ മെതിച്ചിട്ട് നമുക്ക് കിട്ടിയ നെല്ലിട്ടാ. കണ്ട അത് കണ്ട ഈ കല്ലുമ്മയാണ് ആ ചേച്ചി അടിക്കണത്. ഇത് കണ്ട നല്ല നെല്ല് കണ്ട സാധനം. ഇത് നമുക്ക് അധികം കാശലവില്ലാത്ത പരിപാടിയാണ്. നമ്മൾ മരുന്നും കാര്യങ്ങളൊന്നും അടിക്കാത്തത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളതാണ് സംഭവം. ഒരു അരുവത്തിന് കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആ കുറച്ച് അരിഞ്ഞുള്ള നെല്ലാണ് ഈ കാണുന്നത്. സംഭവം മൊത്തം അരിഞ്ഞ് അടിക്കുകയാണെങ്കിൽ നമുക്ക് കാശലവില്ലാണ്ട് കുറച്ച് നെല്ല് കിട്ടും. ആകെ 2 പേരല്ലേ പണിയുള്ളൂ. നമ്മൾ ശരിക്ക് മെഷീനൊക്കെ കൊണ്ടുവന്ന് അടിക്കുമ്പോൾ നല്ല പൈസയാവും. പിന്നെ നമ്മൾ വളട്ട് കൊടുക്കണില്ല, വരമ്പ് വയ്ക്കണില്ല, അങ്ങനെ അതൊക്കെ ലാഭമാണ്. അപ്പോൾ ഈ ചേച്ചിയാണ് ഇതൊക്കെ അടിക്കണത്. ഇതൊക്കെ നമ്മൾ അടിച്ച് വെച്ചുള്ളൂ. ഇത് അടിക്കാനുള്ളത് ഇത് അടിച്ച് കഴിഞ്ഞാണ് കേട്ടോ. അത് വൈക്കോല് അടിച്ച് കഴിഞ്ഞ് അട്ടിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. ഇത് വൈക്കോല് അതിന് എടുക്കണം.
ആ ചേച്ചി അടിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് സംഭവം അടിക്കുക. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചെയ്തു തുടങ്ങിയപ്പോട്ട് ഒക്കെ മെഷീനല്ല വരാറ്. ഞാൻ ആദ്യമായിട്ട് കാണാടാ. എനിക്ക് കൃഷി സംബന്ധമായിട്ടൊരു പരിചയമില്ല. ഞാനിവിടെ വന്നിട്ട് ഉണ്ണിയേട്ടൻ പറഞ്ഞ് വന്നിട്ടാ ഞാൻ പഠിച്ചത്. പഠിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഉണ്ണിയേട്ടൻ പറഞ്ഞു തരാൻ ചെയ്യും. എൻ്റെ വീട് ശരിക്കും പുത്തൂര്. അതന്നെ കേരളപ്പഴനി. ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന. അവിടെ കൃഷികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തലമുറയായിട്ടൊന്നും അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ. ഒരു ഇതുണ്ടെങ്കിലല്ലേ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന്. ആ നെൽകൃഷിയാ. ആ അത് ശരിയാ. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ഇറക്കണ്ടോ. ആ മരുന്നൊക്കെ ഞാൻ തന്നെ അടിക്കുക. മരുന്ന് വിത്തിട്ടത് ഞാനും എൻ്റെ ക്രാവും പെണ്ണും കൂടിയിട്ട് കഴിഞ്ഞോട്ടാ. ആ വിത്തിട്ടത് വാണിയമ്പാറ. ഇതിവിടെ എനിക്ക് ഫർണിച്ചർ പണിയാണ്. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ താമസമായി. ഇവിടെ മാത്രം 10 വർഷമായി. ആ വീട്ടിൽ മാത്രം ഒരു വാണിയമ്പാറ. അപ്പോൾ ഈ കറ്റ മെതിക്കണത് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നപ്പോഴാണ്. മറ്റേത് വണ്ടിയുമല്ല കണ്ടിട്ടുള്ളൂ, മെഷീനിലാണൊക്കെ കാണുന്നത്. ആ ഇത് തൂക്കണ്ട അത്. കാരണം എനിക്ക് ഈ കൊല്ലം ഇത് മണിരത്നാണ് സാധനം. ഞാൻ കഴിഞ്ഞിട്ട് മണിരത്ന. ആ മണിരത്ന. പൊന്മണിയില്ല, മണിരത്ന തൂക്കം കുറവാണ് കിട്ടിയ. എല്ലാ പ്രാവശ്യവും തൂക്കം കുറവായിരുന്നു. തൂക്കം കൂടുതലുണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തൂക്കം ഇത് പൊന്മണിയല്ല അത്. ഇത് മണിരത്നാണ് ഇട്ടിട്ടുള്ളത്. ഇതെന്താ സംഭവം വെച്ചാലേ ഞാൻ 90 ദിവസം വേണ്ടോ ഇതിന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മഴയില്ലാണ്ട് ആഗസ്റ്റൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് കടന്നില്ലേ. അപ്പോൾ സമയമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ചെയ്തത്. അതന്നെ അങ്ങനെ ചെയ്തതാണ്. അതൊക്കെ കുഴപ്പമില്ലാന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയേട്ടാ. ഇതാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ. അതില് വരിയുണ്ട്, ഞാൻ കണ്ടത്. ഇതില് വരിക. ഇത് കേട്ടാ ശൂലന്മാര് നിൽക്കണ. ഇതാണ് വരിട്ടാ. ഇത് വരിക. ഇതാണ് ശരിക്കും നെല്ല്. അതേപോലെ രാജിവെച്ച് എത്തിൻ്റെ ഉണ്ണിയേട്ടന് എത്തിണ്ടാ. ഉണ്ണിയേട്ടനെ കാണിച്ചു തന്നില്ലേ. കാണട്ടങ്ങട് എല്ലാവരും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണണ്ടേ. ഞാൻ ആദ്യമായിട്ട് കാണണ. ഞാൻ പറയൂട് ഇന്നത്തെ തിന്നാളോട് കിട്ടിയതായി. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടത് കറ്റ കൊണ്ടുവരണ്ടാ. കൊണ്ടുവരണ വീഡിയോ എടുക്കണ്ടാ. ഇതിന് വലിയ അധികമൊന്നും ഇല്ല അതുകൊണ്ടല്ലേ. വലിയ കൂടുതലൊന്നുണ്ട്. ഈ ഒരു കെട്ടലൊക്കെ ഇതിൽ കത്തിട്ടുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല. അതിൽ കത്തിട്ടുണ്ട്. അടിപൊളി. ശരിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഇല്ലെന്നിറക്കൊക്കെ മുറിച്ചു കൊണ്ടുവന്നു. പക്ഷേ ചതി പറ്റി. ചേട്ടനോട് പറഞ്ഞു, പക്ഷെ ഇത്തിരി നേരം വൈകി. കുറച്ച് മുന്നേ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നിറക്കൊക്കെ സെറ്റാക്കാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്ത്, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളൂ എല്ലാവരും.